നിർത്തി ഇതെന്തെങ്ങനെ ഇതെന്താ കെട്ടിങ്ങനെ ഹൈറ്റ് കൂടിയിരിക്കണത് എന്താ എത്ര പരിക്കെട്ടിക്കണ്? കല്ലിന്റെ മിസ്റ്റേക്കാണ്. കല്ല് എത്രത്തോളം ഒരേ സൈസിൽ ഒരേ ലെവലിൽ കല്ല് എങ്ങനെ കല്ല് നമ്മൾ ഒരു കോറിന്നല്ല നമ്മൾ അടിക്കരുത്. ആയിക്കോട്ടെ, കല്ല് ഹൈറ്റ് കുറഞ്ഞവും കൂടിയോ ഉണ്ടാവും. ഏതാ ഈ കല്ല? ഈ കല്ലുണ്ടാവും. എങ്ങനെ നിങ്ങൾ പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾ എന്താ പറയുക? ഹൈറ്റ് ഇവിടെ നിങ്ങോട്ടുള്ള ഹൈറ്റ് ഏത്? ഈ ഹൈറ്റ്. ആ ഹൈറ്റ് എല്ലാ കല്ലും ഒരേമാതിരി ആയിരിക്കില്ല. അപ്പൊ ഇതെന്തിന് എത്ര പരിക്കനിട്ടുള്ള ആവശ്യം എന്താ? എന്നാലേ ഈ ഹൈറ്റ് ക്ലിയർ ആയി കിട്ടുള്ളൂ. ഇപ്പൊ ഏകദേശം ഒരേ ലെവലാ. ആണോ? കല്ല് അങ്ങോട്ടും ഇങ്ങോട്ട് കയറി നിൽക്കുന്നുണ്ടല്ലേ? അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പരിക്കൻ അടിയിലിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഹൈറ്റ് ലെവലാക്കി പോയിരുന്നതാണ്. അല്ലാണ്ട് വെറുതെ വാരി വലിച്ചിരുന്നല്ല. എന്നാ പിന്നെ നമ്മള് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നമ്മളെ വീഡിയോ ഒക്കെ താഴെ കമന്റ് വരുന്നത് എന്താ അറിയോ? ഇത് നമ്മൾ തോന്നിയ മാതിരിക്ക് എന്തിനാണ് ഇങ്ങനെ പരിക്കൻ ഇടുന്നതെന്നാണ്. ഈ ഓരായം പിന്നെ നമ്മള് ചെയ്യുന്ന എങ്ങനെയാണ്? നമ്മള് വെട്ടിയടച്ച് തന്നെയാണ് ഇത് പണി ചെയ്യുന്നത്. രണ്ട് സൈഡും അടയ്ക്കുന്നത്. പക്ഷേ ചില നാട്ടിലേക്ക് ഈ പരിപാടി അവിടെ പലക വെച്ചിട്ട് ഇത് പിന്നെ പരിക്കനെ ഇങ്ങനെ വെട്ടിയടക്കാതെ ഓല അങ്ങ് പുതിയ ഒരു കുറച്ച് അരഞ്ച് പിന്നെ പരിക്കം ഒട്ടിച്ചിക്കാണ്ട് അങ്ങോട്ട് പോകും. അതേമാതിരി ഈ സൈഡ് പരിക്കം ഇവിടെ വാരിത്തേക്കും. പലക വെച്ചിട്ട് ഇങ്ങനെ പലക പിടിച്ചു. എന്നിട്ട് ഈ സൈഡും വെച്ചിട്ട് ഈ കല്ല് അടിപ്പിച്ചങ്ങ് ഉറപ്പുണ്ടാവില്ലല്ലോ. ശരിക്കും ഇത് നമ്മളിത് കറക്റ്റ് ചെയ്ത് ഈ ഗ്യാപ്പ് വെട്ടി ഇറക്കന്നെ വേണം. നല്ല വെട്ടിയിറക്കി അതെ നമ്മൾ വെട്ടി ടൈറ്റ് ആക്കി വെച്ചാലേ കെട്ടിന് ഉറപ്പുണ്ടാവും. അതെ, അല്ലാണ്ട് വെറുതെ ഒട്ടിച്ച് വെച്ചിട്ട് കാര്യമുണ്ടാവും. പക്ഷെ ഓരോരുത്തരുടെ കമന്റിൽ നിങ്ങൾ എന്തിനാണ് ഈ പരിക്കൻ ഇങ്ങനെ വാരി പൊത്തുന്നത് ആവശ്യം എന്താ? എന്തിനാ കണ്ടമാനം പരിക്കൻ ഇടുന്നത് എന്നാണ് കമന്റിൽ ചോദിക്കുന്നത്. നമുക്ക് ശരാശരി വൃത്തിയും വേണം, അതേപോലെ അതിൽ കൂടുതൽ ഉറപ്പും വേണം. അതാണ് കാരണം ഓരോരുത്തരുടെ സ്വപ്നങ്ങളാണ് ഓരോ വീട്. അത് വൃത്തി പോലെ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ വൃത്തിമായി ചെയ്യണം. അതാണ് അതൊരു 10-30 വർഷത്തെ എക്സ്പീരിയൻസിന്റെ ഇതാണ് മൂപ്പര് പറയുന്നത്. ചിലവർ പറയുന്നത് ഗൾഫിൽ പോയി കഴിഞ്ഞിട്ട് ഗൾഫുകാരനല്ലേ, ഗൾഫിൽ പോയിട്ട് കുടുംബം വിട്ടിട്ടാണ് ഒരു പോയിട്ട് 10 രൂപ ഉണ്ടാക്കുന്നത്. അതേപോലെ ഇവിടെ ആണെങ്കിലും ഓരോരുത്തർ ലോൺ എടുത്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ വായ്പ എടുത്തിട്ട് ഓരോ വീടുണ്ടാക്കുന്നു. അപ്പൊ അത് മര്യാദയ്ക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. ഉറപ്പോടും വൃത്തിയും ഉറപ്പും എല്ലാം കൂടി ആയിട്ട് നല്ല വൃത്തി ചെയ്തു കൊടുക്കാം. ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഈ വാരി ഒട്ടിക്കുന്നതാണ് ഇപ്പൊ ഇവര് പരാതി പറയുന്നത്. അത് ഈ കത്തി കിട്ടുന്ന മിനിറ്റ് അതിന്റെ പ്രശ്നം കഴിഞ്ഞ് ഇനി ഇതിന്റെ മേലെ തേപ്പ് വരാണ്ട്